കൂട്ടുകാരെ, ജഗന്തൻ പരന്ത് കടലുകളും കാടുകളും ഒക്കെ കടന്ന് ഒടുവിൽ മാന്ത്രിക പഴവുമായി മൂങ്ങ മുത്തശ്ശിയുടെ അടുത്തെത്തി. ജഗന്തൻ എത്തിയ വിവരമറിഞ്ഞ് മറ്റു പക്ഷികളും ഓടിയെത്തി. അങ്ങനെ ജഗന്തൻ മാന്ത്രിക പഴമെടുത്ത് മുത്തശ്ശിക്ക് കൊടുക്കാൻ ഒരുങ്ങിയപ്പോ ദാ ആ മാന്ത്രിക പഴം ആരോ വന്ന് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. ഒരു പുകപടലം മാത്രം മുന്നിൽ കാണാം. ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പഴമല്ലേ. ജഗന്തൻ വേഗം തന്നെ പുറകെ പറന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആളെ കിട്ടിയില്ല. പക്ഷികൾക്കൊക്കെ വിഷമമായി. മൂങ്ങ മുത്തശ്ശി വേഗം തന്നെ വിളക്കെടുത്തു. പക്ഷികളെല്ലാം മുത്തശ്ശിക്ക് ചുറ്റും നിന്നു. ദാ വീണ്ടും ആരോ വന്ന് പക്ഷികളുടെ തൂവലുകളൊക്കെ പറിക്കാൻ തുടങ്ങി. ഉറക്കെയുള്ള ചിരിയും കേൾക്കാം. മുത്തശ്ശി വേഗം തന്നെ വിളക്ക് കത്തിച്ചു. ദാ ആ കൈകൾ വന്ന് വെള്ളമൊഴിച്ച് മുത്തശ്ശിയുടെ വിളക്ക് കെടുത്തിക്കളഞ്ഞു. മുത്തശ്ശി വേഗം തന്നെ വിളക്ക് രണ്ടാമതും കത്തിച്ചു. അപ്പോഴേക്കും ഒരു വലിയ കാറ്റ് വന്നു. വിളക്ക് കെട്ടുപോയി. എല്ലാവർക്കും സങ്കടമായി. മുത്തശ്ശി വേഗം തന്നെ മൂന്നാമതും പെട്ടെന്ന് വിളക്ക് കത്തിച്ചു. ഓ ഭാഗ്യം! വിളക്ക് കത്തി കഴിഞ്ഞപ്പോ തന്നെ കുട്ടിഭൂതം പ്രത്യക്ഷപ്പെട്ടു. ഒരു പുക പോലെ ആ കൈ ഇവിടെ ഒക്കെ ഓടി നടപ്പുണ്ട്. ഇങ്ങനെ പറഞ്ഞയുടൻ ദേ ഒരു കുസൃതിക്കാരനായ കുട്ടിക്കുരങ്ങൻ അവൻ ഒളിച്ചിരുന്നെടുത്ത് നിന്ന് മാന്ത്രിക പഴവുമായി താഴേക്ക് വീണു. പക്ഷികളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. എല്ലാവർക്കും സന്തോഷമായി. കുട്ടിക്കുരങ്ങന്റെ അടുത്ത് നിന്ന് മാന്ത്രികപ്പഴം താഴേക്ക് വീണു. പരുന്തച്ചൻ അതെടുത്ത് കുട്ടിഭൂതത്തിന് കൊടുത്തു. സാധനങ്ങൾ കട്ടെടുക്കരുതേ. ഞങ്ങളൊക്കെ പറ്റിച്ചെടുത്ത് നീയായിരുന്നല്ലേ കള്ള. നിങ്ങളൊക്കെ പറ്റിക്കാൻ നല്ല രസമായിരുന്നു. വേണമെങ്കിൽ എന്നെ പിടിച്ചോ. വാ വാ വാ, വേണമെങ്കിൽ പിടിച്ചോ. അങ്ങനെ എന്നെ കിട്ടൂല. കുട്ടിക്കുരങ്ങച്ചനെ പിടിക്കാൻ അവർ പുറകെ ഓടി. അങ്ങനെ അവർ പിന്നീട് കുട്ടിക്കുരങ്ങച്ചനുമായി ചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? കൂട്ടുകാരെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരെയും കളിപ്പിക്കരുത് കേട്ടോ. എപ്പോഴും എല്ലാവരുമായി സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.